ഹല്ലേലൂയ 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 യേശുവേ 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 സ്തുതി. സൈന്യങ്ങൾ തൻ കർത്താവേ ആരാധിക്കും നിന്ന. ഒരുമിച്ച് പാടുക. സൈന്യങ്ങൾ തൻ കർത്താവേ ആരാധിക്കും നിന്ന. വിശ്വാസത്തോടെ പാടുക. സൈന്യങ്ങൾ തൻ കർത്താവേ ആരാധിക്കും നിന്നാമം. ദൈവസ്നേഹത്തോടെ പാടുക. സൈന്യങ്ങൾ തൻ കർത്താവേ ആരാധിക്കും നിന്നാമം. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ. സൈന്യങ്ങൾ തൻ കർത്താവേ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ പരിശുദ്ധനാകുന്നു. യേശുവേ നീ പരിശുദ്ധനാകുന്നു. ഹല്ലേലൂയ. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി തിരുവിലാവിൽ മുറിവേറ്റവനേ യേശുവേ കരചരണങ്ങളിലാണ് കർത്താവേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി മുൾക്കിടം ചൂടിയവനേ കർത്താവേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ഹല്ലേലൂയ 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 ആരാധന സൈന്യങ്ങൾ തൻ കർത്താവേ ആരാധിക്കും നിന്നാമം. സൈന്യങ്ങൾ തൻ കർത്താവേ ആരാധിക്കും നിന്ന. ഹൃദയത്തിൽ എടുത്ത് പാരട്ടെ, എല്ലാവരും പാരട്ടെ. സൈന്യങ്ങൾ തൻ കർത്താവേ ആരാധിക്കും നിന്നാമം. ഒരുമിച്ച് പാടുക. സൈന്യങ്ങൾ തൻ കർത്താവേ ആരാധിക്കും നിന്ന. അമ്മേ പരിശുദ്ധമ്മേ നല്ലവണ്ണം ആരാധിക്കാൻ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി നന്ദി. ഹല്ലേലൂയ തകർന്നവരെ സ്പർശിക്കണമേ കർത്താവേ. രോഗികളെ സ്പർശിക്കണമേ കർത്താവേ. കരുണയിലുള്ളവരെ സ്പർശിക്കണമേ കർത്താവേ. കോവിഡ് രോഗികളെ സ്പർശിക്കണമേ കർത്താവേ. യേശുവേ കർത്താവേ ആരാധന. ഹല്ലേലൂയ സൈന്യങ്ങൾ തൻ കർത്താവേ സൈന്യങ്ങൾ തൻ കർത്താവേ ആരാധിക്കും നിന്നോടെ. സൈന്യങ്ങൾ തൻ കർത്താവേ ആരാധിക്കും നിന്നോട് ഓർത്തുകൊണ്ട് കർത്താവിന് മുൾക്കിടം ഓർത്തുകൊണ്ട്. സൈന്യങ്ങൾ തൻ കർത്താവേ ആരാധിക്കും നിന്നാമം. കർത്താവിനെ ഓർത്തുകൊണ്ട് ആരാധിക്കും നിന്നാമം. സൈന്യങ്ങൾ തൻ കർത്താവേ ആരാധിക്കും നിന്നാമം. കർത്താവിന്റെ കരചരണങ്ങളുടെ
പഴുതുകളെ ആരാധിച്ചുകൊണ്ട് സൈന്യങ്ങൾ തൻ കർത്താവേ ആരാധിക്കും നിൻ നാമം. കർത്താവിന്റെ കുരിശ് യാത്രയെ അനുസ്മരിച്ചുകൊണ്ട് സൈന്യങ്ങൾ തൻ കർത്താവേ ആരാധിക്കും നിൻ നാമം. ശ്രുതികട്ടെ ഹല്ലേലൂയ 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 സൈന്യങ്ങൾ തൻ കർത്താവേ ആരാധിക്കും നിൻ നാമം. 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 ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ സ്തുതി ആരാധന യേശുവേ Praise the Lord. പ്രിയപ്പെട്ടവരെ, നമ്മൾ കർത്താവിൻ്റെ പുനരുത്ഥാനത്തെക്കുറിച്ചാണ് ധ്യാനിക്കുന്നത്. നിങ്ങൾക്കറിയാം, എല്ലാ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ഉയർപ്പുകാലം മുതൽ ഇന്ന് വരെ നമ്മുടെ കർത്താവിൻ്റെ ഉത്ഥാനത്തെക്കുറിച്ചാണ് ധ്യാനിച്ചിരുന്നത്. ധ്യാനിക്കുമ്പോഴൊക്കെ ഉള്ളിൽ പ്രാർത്ഥിക്കണേ മക്കളെ. പുനരുത്ഥാനം ഒരു ശക്തിയാണ്. ഈ ശക്തി വരുന്ന വഴികളാണ് നമ്മളിന്ന്, ഈ പുനരുത്ഥാനത്തിൻ്റെ ശക്തി വരുന്ന ജീവിത സാഹചര്യങ്ങളാണ് നമ്മളിന്ന് ധനവിചാരം നടത്താൻ പോകുന്നത്. നമ്മൾ ഇന്നലെ കണ്ടില്ലേ, എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ, അതും പുനരുത്ഥാന അനുഭവമാണ്. പുനരുത്ഥാനത്തെക്കുറിച്ച് നീ യേശുവിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നീ ഒരു 75% കർത്താവിനെക്കുറിച്ച് ചിന്തിക്കേണ്ടത് പുനരുത്ഥാനത്തെക്കുറിച്ചാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ കർത്താവിൻ്റെ പീഡാനുഭവത്തെക്കുറിച്ചാണ് ഒത്തിരി ചിന്തിക്കണത്. നമ്മൾ 70% നമ്മളെങ്ങനെയാണെന്ന് വെച്ചാൽ 75% കർത്താവിൻ്റെ പീഡാനുഭവത്തെക്കുറിച്ച് ചിന്തിക്കും, 25% കർത്താവിൻ്റെ ഉത്ഥാനത്തെക്കുറിച്ച് ചിന്തിക്കും. ചില ആൾക്കാർ 25% ചിന്തിക്കത്തില്ല, 10% ചിന്തിക്കത്തുള്ളൂ. നീ പുനരുത്ഥാനത്തെക്കുറിച്ച് എങ്ങനെ ചിന്തിക്കുന്നു, അതാണ് നിന്റെ ആധ്യാത്മികത. സ്തുതിക്കട്ടെ ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഉത്ഥാനം ചെയ്തവരെ ഞങ്ങൾ ആരാധിക്കുന്നു. മരണത്തെ ജയിച്ചവരെ ഞങ്ങൾ ആരാധിക്കുന്നു. ത്രിയേക ദൈവ തിരുനാമത്തിനും പരിശുദ്ധ അമ്മയ്ക്കും മഹത്വമുണ്ടാകട്ടെ. എൻ്റെ പേര് ലൂസി വർഗീസ്, ചെന്നൈയിൽ നിന്നും വരുന്നു. ഞാൻ 2024 ഒക്ടോബർ 15 ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുക്കാൻ കാരണം, എനിക്ക് ആദ്യം പത്രം കിട്ടിയത് ചെന്നൈയിൽ വെച്ചാണ്. പക്ഷേ ചെന്നൈയിൽ വെച്ച് പത്രം കിട്ടിയിട്ട് എനിക്കത് തുറന്നു നോക്കാനോ വായിക്കാനോ എനിക്കൊന്നിനും പറ്റിയിരുന്നില്ല.
ജോലിക്ക് പോയിക്കൊണ്ടിരുന്നു. ഉടമ്പടിയെക്കുറിച്ച് ചോദിക്കുമ്പോൾ ആരും ഒന്നും പറഞ്ഞു തരുന്നില്ല. വല്ലാത്ത സങ്കടം. പത്രം എടുക്കുമ്പോൾ എനിക്ക് ഉടമ്പടി എന്ന് എനിക്ക് അതിലെഴുതിയിരിക്കുന്നത് കാണുമ്പോൾ എനിക്കത് മനസ്സിലാകാത്തത് കൊണ്ട് വായിക്കാനും പറ്റുന്നില്ല. സങ്കടം. ഞാൻ വീട്ടിൽ കൊണ്ടുപോയി വയ്ക്കും. വീണ്ടും പത്രം കൊണ്ട് തരുമ്പോൾ എന്തിനാണ് ഈ പത്രം തരുന്നത്, എനിക്ക് വായിക്കാൻ പറ്റുന്നില്ലെന്ന് പറയും. അപ്പോൾ ചേച്ചി വീട്ടിൽ കൊണ്ടുപോയി വെച്ചിരുന്നാൽ മതി എന്ന് പറയും. പിന്നെ ഞാനതങ്ങനെ വെച്ചു. എനിക്ക് വായിക്കാൻ പറ്റില്ല. പത്രം കാണുമ്പോൾ എനിക്ക് വീണ്ടും സങ്കടം വരും. അമ്മയോട് ഞാൻ പറയും, അമ്മയോട് ഞാൻ ഇങ്ങനെ അല്ലായിരുന്നല്ലോ. എല്ലാ കാര്യത്തിലും അമ്മയോട് ഞാൻ സംസാരിക്കും. അമ്മ എനിക്ക് ഉത്തരം തരും. ഈ പത്രത്തിൻ്റെ കാര്യത്തിൽ മാത്രം എന്തുകൊണ്ട് അമ്മ എന്നോട് മിണ്ടുന്നില്ല, എന്നോട് ഇതിൻ്റെ കാര്യങ്ങളൊന്നും പറഞ്ഞു തരുന്നില്ല എന്ന് ഞാൻ ചോദിക്കും. അപ്പോൾ അമ്മ എന്നോട് പറയും, നീ ഒരു ദിവസം എന്നോട് നിരന്തരം ചോദിച്ചു കൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം അമ്മ എനിക്കൊരു ബോധ്യം തന്നു. നീ പ്രാർത്ഥിക്കാനായിട്ട് ധ്യാനിക്കാനൊക്കെ ഹസ്ബൻഡിനെയും മകനെയും കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ എങ്ങനെയാണ് പ്രാർത്ഥിച്ച് അത് ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നത്, അതുപോലെ ഈ കാര്യവും വിട്ടേരെ. നീ ധ്യാനത്തിന് പോകാൻ നേരത്ത് ചേട്ടനെ കൊണ്ടുപോകാൻ ഭയങ്കര മടിയാണ്, കുറച്ച് അസുഖമുള്ള ആളാണ്. അപ്പം ഞാൻ ഈശോയോട് പറയും, ഈശോയെ ഞങ്ങൾക്ക് കുടുംബമായിട്ട് ധ്യാനിക്കാൻ ഈശോ എന്ന് തീരുമാനിക്കണോ അന്ന് ഞങ്ങളെ കൊണ്ടുപോയി ഞങ്ങളുടെ ധ്യാന കേന്ദ്രത്തിൽ എത്തിക്കണമെന്ന്. അതുപോലെ കുറച്ച് നാൾ കഴിയുമ്പോൾ ഞങ്ങൾക്കെല്ലാവർക്കും അതുപോലെ ധ്യാനം കൂടാൻ അവസരം തരും ദൈവം. അതുപോലെ ഈ പത്രത്തിൻ്റെ കാര്യം ഞാൻ അതുപോലെ വിട്ടു. പിന്നെ 2 വർഷം കഴിഞ്ഞ് ഞാൻ LF ഹോസ്പിറ്റലിൽ എൻ്റെ മകന് അസുഖമായിട്ട് വന്ന് കിടക്കുമ്പോൾ വീണ്ടും പത്രം എൻ്റെ കയ്യിൽ വന്നു. അപ്പോൾ ഞാൻ വീണ്ടും പത്രത്തിൻ്റെ കാര്യം നേഴ്സുമാരോട് ചോദിച്ചു. അവർക്കും അറിയില്ല. ഉടമ്പടി എടുക്ക് ചേച്ചി പോയി, അപ്പം മോൻ്റെ അസുഖം മാറുമെന്ന് പറയും. പിന്നീട് ഞാൻ ഉടമ്പടി പത്രം അവിടെ കിടന്ന് വായിക്കാൻ തുടങ്ങി. ഡിസ്ചാർജായി മകനെ വീട്ടിൽ കൊണ്ടുവന്നാക്കിയിട്ട് ഞാൻ നേരെ കൃപാസനത്തിൽ എൻ്റെ അമ്മയോട് പറഞ്ഞു, ഞാൻ കൃപാസനത്തിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞു. ഉടമ്പടി എടുക്കുമെന്നൊന്നും പറഞ്ഞില്ല ആരോടും. കൃപാസനത്തിൽ വന്നു. ഇവിടെ വന്ന് എനിക്കൊന്നും അറിയില്ല. ഞാൻ ഓടി നടന്ന് ഓരോരുത്തരുടെ അടുത്തും ചോദിച്ചു. ഉടമ്പടി ധ്യാനം ഞാൻ കൂടിയിട്ടില്ല. പക്ഷേ എനിക്കൊരു ഉള്ളിലൊരു ബോധ്യമുണ്ടായിരുന്നു, എൻ്റെ അമ്മയും ഈശോയും എന്നെ നേരായ വഴിക്ക് നയിക്കും. ഞാൻ എപ്പോഴും ഈശോയോട് ചോദിക്കും. വീട്ടിലിരിക്കുമ്പോൾ ഓരോ നേരത്തും പ്രാർത്ഥന എത്തിക്കുമ്പോഴും ഞാൻ ചുമ്മാ വീട്ടിലിരുന്ന് എൻ്റെ തയ്യൽ ജോലി ചെയ്യണ സമയത്തും ഞാൻ ഈശോയോട് ചോദിക്കും, ഈശോയെ എൻ്റെ പ്രാർത്ഥന നിരന്തരം കണ്ടിന്യൂ ചെയ്യാനായിട്ട് എനിക്കൊരവസരം തരണം. എങ്ങനെ ഒരു ധ്യാനം, ഒരു സ്കൂളിൽ പഠിക്കുന്ന പോലെ എന്തെങ്കിലും ഉണ്ടാവോ? ഞാൻ കുറച്ച് പ്രാർത്ഥിക്കും, എനിക്ക് ദൈവാനുഗ്രഹം കിട്ടും. കുറച്ച് നാൾ കഴിയുമ്പോൾ ഞാനത് സ്റ്റോപ്പ് ചെയ്യും. അങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരുന്ന എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. ഞാൻ എപ്പോഴും ഈശോയോട് പറഞ്ഞുകൊണ്ടേയിരിക്കും. പിന്നെ മാതാവിനടുത്ത് കുറിച്ച് ചോദിക്കും. ഈ പുറത്ത് നാട്ടിലൊക്കെ പോയി കഴിഞ്ഞ് മാതാവിൻ്റെ പ്രത്യക്ഷീകരണമൊക്കെ ഉണ്ട്. നമ്മുടെ കേരളത്തിൽ എന്താ പ്രത്യക്ഷീകരണമൊന്നും ഇല്ലാത്ത ഈശോയെ എന്നൊക്കെ ഞാൻ ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ചോദിച്ച് കൃപാസനത്തിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ട കാര്യമൊന്നും എനിക്കറിയില്ല. 2024 ഇവിടെ വന്നതിന് ശേഷമാണ് കൂടുതൽ മാതാവിനെക്കുറിച്ച് അറിഞ്ഞതും എല്ലാനും. മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണ് ഈ അൾത്താര എന്നൊക്കെ അറിയാൻ ഇടയായത്. ഇവിടെ വന്ന് എല്ലാവരോടും ചോദിച്ച് ഉടമ്പടി എടുത്തു. ഉടമ്പടിയിൽ നിയോഗങ്ങൾ വെച്ച് എൻ്റെ പ്രാർത്ഥന ജീവിതം തുടങ്ങിക്കഴിഞ്ഞ് ആദ്യമായിട്ട് ഞാൻ മോന് പല്ലിന് അസുഖമായി, പൊട്ടിപ്പോയി, അതിൻ്റെ ഉള്ളിൽ ദശ കയറി മൂടി, പല്ല് ഓപ്പറേഷൻ ചെയ്ത് എടുക്കണമെന്ന് പറഞ്ഞ് ഞാൻ ഉടമ്പടി തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി മുഖത്തൊക്കെ പുരട്ടിയിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഇനി ഓപ്പറേഷൻ ചെയ്ത് പല്ലെടുക്കാൻ ഇടയാക്കരുത്. ഇതിക്ക് മുമ്പ് ഓപ്പറേഷൻ ചെയ്ത് പല്ലെടുത്ത് 1 മാസത്തിൻ്റെ അടുത്ത്, ഒരു 2-3 ആഴ്ചയുടെ അടുത്തെങ്കിലും അവൻ്റെ മുഖത്ത് നീരും വേദനയും ബ്ലീഡിങ്ങും ഒക്കെ ആയിരുന്നു. ഇത് അമ്മ വന്ന് എടുത്തു തരണം. അമ്മ വന്ന് എടുത്താലല്ലാതെ അത് ആ പല്ലെടുക്കാൻ നോർമലായിട്ട് പറ്റില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് പോയി. അവിടെ ചെന്ന് ഒരു കുഴപ്പമില്ലാതെ പല്ലെടുത്തു. ഒരു ബ്ലീഡിങ് ഉണ്ടായില്ല, നീരുണ്ടായില്ല. 3 ദിവസത്തിനുള്ളിൽ അവൻ എല്ലാ ഭക്ഷണവും കഴിക്കാൻ തുടങ്ങി, നോർമലായി. പിന്നെ ഞങ്ങളുടെ ഉടമ്പടി എടുക്കാൻ ഒരു 5 വർഷത്തിൻ്റെ അടുത്ത് താമസിച്ചു. 5 വർഷത്തിൻ്റെ അടുത്ത് താമസിച്ച് എന്ത് ചെയ്ത് നടക്കില്ലായിരുന്നു. പിന്നെ ഞാൻ ആ സ്ഥലത്ത് കൊണ്ടുപോയി ഉപ്പിട്ട് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് വന്നു. അത് കഴിഞ്ഞ് ഈ ഒക്ടോബർ 25-ാം തീയതി ഞാൻ അമ്മയോട് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. സെപ്റ്റംബർ 25-ാം തീയതിക്കുള്ളിൽ എനിക്ക് എല്ലാ ഉടമ്പടിയും കഴിഞ്ഞ് പത്രം കൊണ്ടുവന്ന് തന്നു. പിന്നീട് എനിക്ക് അതിക്ക് മുമ്പ് 5 വർഷമായിട്ട് നടുവേദന, 5 വർഷമല്ല 10 വർഷത്തിൻ്റെ അടുത്ത് നടുവേദന ഉണ്ടായിരുന്നു.
അപ്പോൾ എപ്പോഴും വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പും എണ്ണയും ഉടമ്പടി തൈലവും പുരട്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് ഇപ്പോൾ പൂർണ്ണമായും നടുവേദന മാറി. തലവേദനയും ഉണ്ടായിരുന്നു. അതുപോലെ 5 വർഷത്തിൽ കൂടുതൽ തലവേദന ഉണ്ടായിരുന്നു. ആ 5 വർഷത്തിൽ തലവേദന ഒരു പ്രത്യേക തലവേദനയാണ്. ആരോടും സംസാരിക്കാൻ പറ്റില്ല, ആരുടെ ഒച്ച കേൾക്കാൻ പറ്റില്ല. ചിലപ്പോൾ വാമിറ്റിംഗ് വരും. വാമിറ്റിംഗ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റില്ല. പിന്നെ ഈ ഉടമ്പടി തൈലവും ഉപ്പും ഒക്കെ ചേർത്ത് മിക്സ് ചെയ്ത് കുരിശ് വരയ്ക്കും, വായിലും അത് ഭക്ഷിക്കും. അങ്ങനെ ഇപ്പോൾ ഈ തലവേദന മാറി. കാരുണ്യ പ്രവർത്തികൾ ചെയ്യാനായിട്ട് പത്രം കൊണ്ടുപോയി ചെന്നൈയിൽ കൊണ്ടുപോയി കൊടുക്കും. ഇംഗ്ലീഷ്, തമിഴ്, മലയാളം, ഹിന്ദി ഇതെല്ലാം വാങ്ങിയിട്ട് പോയി അവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുക്കും. ഗവൺമെൻറ് ഹോസ്പിറ്റൽ അവിടുത്തെ കിടപ്പ് രോഗികളുടെ അടുത്തേക്കാണ് അധികവും പോകുന്നത്. അവിടെ പോയി മാതാവിൻ്റെ അടുത്ത് പറയും, മാതാവേ എനിക്ക് ഈ പത്രം കൊണ്ടുവന്ന് കൊടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ തിരിച്ചത് ആരെങ്കിലും വലിച്ചെറിഞ്ഞ് കളഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അത് എടുക്കാനോ അല്ലെങ്കിൽ അത് കുപ്പത്തൊട്ടിയിൽ കൊണ്ടുപോയി കളഞ്ഞു കഴിഞ്ഞാലോ ആരും അത് ശ്രദ്ധിക്കില്ല. അതുകൊണ്ട് അമ്മ ഒരു കാര്യം ചെയ്യണം, ഇത് ആരുടെ കയ്യിൽ അമ്മ കൊടുക്കാൻ ആഗ്രഹിക്കണമോ, ആരുടെ കയ്യിൽ ഇത് എത്തിപ്പെടാൻ ആഗ്രഹിക്കണോ അവരുടെ കയ്യിൽ മാത്രമാണ് ഈ പത്രം എത്തിപ്പെടാൻ പാടുള്ളൂ. അങ്ങനെയുള്ളവർക്ക് അവരുടെ കയ്യിലേക്ക് ഞാനിത് കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് കൊണ്ടുപോയി കൊടുക്കും. പിന്നെ കാലത്ത് ഡെയിലി ബ്രെഡ് അത് എല്ലാവർക്കും ഷെയർ ചെയ്യും. പിന്നെ ധ്യാനങ്ങളും അച്ഛൻ്റെ ടോക്കുകളെല്ലാം എല്ലാവർക്കും ഷെയർ ചെയ്യും. എല്ലാവരോടും കാണുന്നവരോടെല്ലാം ഈശോയെക്കുറിച്ചോ അല്ലെങ്കിൽ കടയിലേക്ക് വരുന്നവരെക്കുറിച്ചോ മാതാവിനെക്കുറിച്ചും ഈശോയെക്കുറിച്ച് പറയും. ഞങ്ങൾക്ക് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി എനിക്ക് ഒരു നാട്ടിൽ വന്നത് കഴിഞ്ഞ് ഇപ്പോൾ ഒരു ജോലി അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് ഒരു കടയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, വിശ്വാസ പ്രമാണം ചൊല്ലി മാതാവിൻ്റെ മാധ്യസ്ഥം തേടി ദിവസവും പ്രാർത്ഥിക്കായിരുന്നു. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, എനിക്ക് വീടും അതുപോലെ അടുത്ത് കിട്ടണം, പള്ളിയുടെ അടുത്ത് കിട്ടണം എന്ന് പറഞ്ഞു. പള്ളിയുടെ അടുത്ത് തന്നെ എനിക്ക് മാതാവ് വീട് എത്തിച്ചു തന്നു ഈശോയോട് പറഞ്ഞ്. പിന്നെ കട തന്നത് ഒരു അധികം വാടക കൊടുക്കാനൊന്നും എനിക്ക് പറ്റില്ല മാതാവേ, ഒരു 2000 രൂപയ്ക്ക് വാടകയ്ക്ക് കട കിട്ടിയാലും കുഴപ്പമില്ല എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അതുപോലെ തന്നെ ഞാൻ എൻ്റെ സഹോദരൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്കൊരു കട എടുത്താൽ കൊള്ളാമെന്നുണ്ട്, തയ്ക്കാനാണ്. എനിക്ക് ചെന്നൈയിൽ ജോലി ഉണ്ടായിരുന്നു, ഇവിടെ ജോലിയൊന്നുമില്ല. ജോലിക്ക് അത് കടയെടുത്ത് ഞാനിങ്ങനെ അവനോട് കടയുടെ വാടകയുടെ തുകയൊന്നും ഞാൻ പറഞ്ഞിരുന്നില്ല. അപ്പോൾ സഹോദരൻ വന്നിട്ട് പറഞ്ഞു, 2000 രൂപയാണ് വാടക, 5000 രൂപ അഡ്വാൻസ് ഉള്ളൂ എന്ന് പറഞ്ഞു. എനിക്ക് അതെല്ലാം അമ്മ മാതാവും ഈശോയും തന്നതിന് 1000 നന്ദി പറയുന്നു. ഈശോയുടെ എല്ലാ അനുഗ്രഹങ്ങളും നമ്മൾ കാണുന്നതിനേക്കാളും അധികമാണ്, നമ്മൾ ഒന്ന് ചിന്തിക്കുന്നതിനപ്പുറമാണ് മാതാവും ഈശോയും നമുക്ക് മുന്നേ പോയി എല്ലാ കാര്യങ്ങളും നമുക്ക് നടത്തി തരുന്നത്. ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു തന്ന അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. ഇനിയും ഞങ്ങളുടെ ജീവിതം വിശുദ്ധിയിൽ നടക്കുവാനും എനിക്ക് ഒത്തിരി ദേഷ്യമൊക്കെ ഉണ്ടാകുന്ന സമയമായിരുന്നു. എപ്പോഴും എൻ്റെ ഭർത്താവിനോടാണെങ്കിലും എനിക്ക് സ്നേഹത്തോടെ ഒന്ന് സംസാരിക്കാനോ ഇച്ചിരി അസുഖമുള്ളൊക്കെ ഉള്ളതുകൊണ്ട് എൻ്റെ പിന്നീടുള്ള ഓരോ ദേഷ്യ കാര്യങ്ങളൊക്കെ കുറേ മാറ്റങ്ങൾ വന്നു. അതുപോലെ എല്ലാം എനിക്ക് ഈശോ കൺട്രോൾ ചെയ്യാൻ തന്നു. മറ്റുള്ളവരോട് സ്നേഹത്തോടെ പെരുമാറാനും എനിക്ക് അനുഗ്രഹം നൽകി. അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറയും. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഇയാൾ താരയിൽ ഒരു മാതാവിൻ്റെ പ്രതീക്ഷീകരണത്തിന് ഒരു സാക്ഷിയാകാൻ അനുഗ്രഹിച്ചതിന് പരിശുദ്ധ അമ്മയ്ക്കും ദൈവമാതാവിനും 1000 നന്ദി പറയുന്നു. ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ധാരാളം അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിൽ ലഭിച്ചിട്ടുണ്ട്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹമാണ് ഞാനിവിടെ സാക്ഷ്യപ്പെടുത്തുന്നത്. ഞാനിന്ന് ഉടമ്പടി എടുത്തിട്ട് കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് ആദ്യമായിട്ട് വന്ന് ഉടമ്പടി എടുത്തത്. ഇന്നിപ്പോൾ 1 വർഷം തികയാണ്. അപ്പോൾ എൻ്റെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ ഞാനൊരു നേഴ്സായിരുന്നു. പക്ഷെ 18 വർഷമായിട്ട് ഞാൻ ജോലിയില്ലാതെ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം എൻ്റെ മക്കളെ നോക്കാൻ വേറെ ആരും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ജോലിയെന്ന ഒരു സ്വപ്നം ഉപേക്ഷിച്ചിരുന്ന വ്യക്തിയാണ്. അവസാനം മക്കളൊക്കെ വലുതായപ്പോൾ അവർ തന്നെ ചോദിക്കാൻ തുടങ്ങി, അമ്മ എന്താ ജോലിക്ക് പോവാത്തത്? അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വലിയൊരു വിഷമമായിരുന്നു. അതുപോലെ ജോലിക്ക് പോണവരെ കാണുമ്പോൾ നമ്മളൊരു പരാജിതയായ ഒരു നഴ്സാണല്ലോ എന്നുള്ളൊരു വിഷമം എപ്പോഴും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നതിന് മുന്നേ ഡയാലിസിസ് യൂണിറ്റ് അങ്കമാലി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഡയാലിസിസ് യൂണിറ്റ് തുടങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടേക്ക് ഒരു നഴ്സിൻ്റെ വേക്കൻസി ഉണ്ട്. അപ്പോൾ എനിക്ക് ഡയാലിസിസ് ആയിരുന്നു ഞാൻ ചെയ്ത സമയത്ത് എക്സ്പീരിയൻസ്.
ഞാൻ അവിടെ പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു ഇത്രയും ഗ്യാപ്പുണ്ട്, പിന്നെ പ്രായം ഒക്കെ ഒരു പ്രശ്നം. അപ്പോൾ അവരന്ന് എന്നെ എടുത്തില്ല. അപ്പോൾ ഞാനത് കഴിഞ്ഞ ശേഷമാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് അപ്പോൾ ഞാൻ അവസാനത്തെ നിയോഗമായിട്ടാണ് വച്ചത്, എനിക്കൊരു സ്ഥിരമായൊരു ജോലി കിട്ടണമെന്നൊരാഗ്രഹമുണ്ട് എന്ന് ഞാൻ വച്ചത്. അപ്പം എന്നാലും എനിക്ക് വിശ്വാസമില്ല, കാരണം ഇത്രയും ഗ്യാപ്പും കാര്യങ്ങളല്ലേ. ഡയാലിസിസ് ആകുമ്പോൾ പ്രത്യേകിച്ച് മെഷീനറീസും ടെക്നോളജിയും ഒക്കെ മാറിക്കൊണ്ടിരിക്കുന്നതല്ലേ. അപ്പോൾ അതിനുശേഷം ഞാൻ ആദ്യത്തെ ഉടമ്പടിയിൽ ഒരു പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല. രണ്ടാമത്തെ ഉടമ്പടി പുതുക്കി ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ എനിക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്ന് ഒരു കോള് വന്നേക്കാം, ജോബി നീ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തതല്ലേ, നിനക്ക് താല്പര്യമുണ്ടോ ജോലിക്ക് വരാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും എനിക്ക് താല്പര്യമുണ്ട്, കാരണം എൻ്റെ വീടിൻ്റെ അടുത്തുനിന്ന് ഒരു 3-4 കിലോമീറ്റർ ദൂരമുള്ളൂ ഹോസ്പിറ്റല്. അപ്പം ഞാൻ എന്നിട്ട് പോയി പിറ്റേ ദിവസം ചെല്ലാൻ പറഞ്ഞു. ഞാൻ ചെന്നു. പോയപ്പോൾ എൻ്റെ കയ്യിൽ ഉടമ്പടി കാശ് രൂപവും ഉപ്പും എല്ലാം ഉണ്ടായിരുന്നു, കാരണം മാതാവ് കൈവിടില്ല എന്നുള്ളൊരു വിശ്വാസം. എന്നിട്ട് മെഡിക്കൽ സൂപ്രണ്ടൻറ്റിൻ്റെ റൂമിൽ ഇൻ്റർവ്യൂവിന് കയറിയപ്പോൾ ഞാൻ അവിടെ കുറച്ച് ഉപ്പ് വിതറുകയും കാശ് രൂപ എൻ്റെ കയ്യിൽ പിടിച്ചു. എന്നിട്ട് അവർ പറഞ്ഞു ഞങ്ങൾ ആലോചിക്കട്ടെ, ജോബി പുറത്തിരിക്കുന്നു പറഞ്ഞു. ഞാൻ പോയി പുറത്തിരുന്നു. അപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു മാതാവെ കൈവിടല്ലേ എന്ന്. എന്നിട്ട് അതിനുശേഷം കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ജോബി ഒരു കാര്യം ചെയ്യും, നാളെ തുടങ്ങി നീ 4 ദിവസം വാ, നിന്നെ ഞങ്ങളൊന്ന് വാച്ച് ചെയ്യട്ടെ, നിനക്കത് പറ്റുമോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. ശരിയെന്ന് ഞാൻ പറഞ്ഞു. പിറ്റേ ദിവസം തുടങ്ങി ഒരു 4 ദിവസം അവരെന്നെ കാഷ്വാലിറ്റി, ഡയാലിസിസ് അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും തന്നെ അവർ ജോലിക്ക് ഇട്ടു. കാരണം നമുക്ക് ഇത്രയും വർഷത്തെ ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് അത് നമുക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് അറിയണമല്ലോ. പക്ഷെ അപ്പോഴും ഞാൻ എൻ്റെ ഉടമ്പടി കാശ് രൂപ എൻ്റെ കൈ കരുതി എല്ലാം നമുക്ക് എന്തോ വലിയൊരു ആത്മവിശ്വാസം മാതാവ് എനിക്ക് തന്നുകൊണ്ടിരുന്നു. അങ്ങനെ ഞാൻ 4 ദിവസം കഴിഞ്ഞപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു ഞങ്ങൾ പറയാം, ജോബി പൊക്കോ, ഞങ്ങൾ പറയാമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം എനിക്ക് അവിടെ നിന്ന് കോള് വന്നേക്കാം, ജോബി നീ പോരെ, നീ സെലക്റ്റഡാണ്, നിനക്ക് നീ യൂണിഫോം തയ്ച്ചോ. പക്ഷെ അപ്പോഴും നമ്മുടെ ഉള്ളിൽ ദൈവമേ സാധിക്കുമോ എന്നുള്ളൊരിത്. എങ്കിലും മാതാവ് എനിക്ക് അത് സാധിച്ചു തന്നു. ഇന്ന് 7 മാസമായിട്ട് ഗവൺമെൻറ് അങ്കമാലി താലൂക്ക് ഹോസ്പിറ്റലിൽ ഡയാലിസിസ് യൂണിറ്റിൽ ഒരു നേഴ്സായിട്ട് ഞാൻ ജോലി ചെയ്യാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട എൻ്റെ അനുഗ്രഹം. പിന്നെ അത് തന്നെയല്ല ഞാൻ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഡയാലിസിസിൽ വരുന്ന നിങ്ങൾക്കറിയാം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഒത്തിരി രോഗികൾ പൈസയ്ക്കാണ് അവർക്ക് ഏറ്റവും ബുദ്ധിമുട്ട്, ഡയാലിസിസിന് വരുന്നവർക്കായാൽ പോലും. അപ്പം ഞാനും എൻ്റെ ഹസ്ബൻഡും ഞങ്ങളാ കഴിയുന്ന സാമ്പത്തിക സഹായം അവർക്ക് ചെയ്തു കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ അവർക്കൊരു ആത്മവിശ്വാസം, അതാണ് അവർക്ക് ഏറ്റവും ആവശ്യം. കാരണം അവർ വളരെ ഡിപ്രസ്ഡാണ് ആ രോഗികൾ, കാരണം അവരുടെ ജീവിതം മുഴുവൻ ഒരു ഡയാലിസിസിലോ അല്ലെങ്കിൽ ട്രാൻസ്പ്ലാന്റിലോ ഒതുങ്ങുന്ന രോഗികളാണ്. അപ്പോൾ അവർക്ക് ആവശ്യമായ മാനസികവും എല്ലാ സപ്പോർട്ടുകളും മീൻസ് മാതാവിനെക്കുറിച്ചും കൃപാസനത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കാനും ഒക്കെ ഞങ്ങൾക്ക് സാധിക്കാറുണ്ട്. പുറത്തുള്ള മീൻസ് ഡയാലിസിസിലല്ലാതെ പുറത്തുള്ള രോഗികൾക്കായാൽ പോലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. അതുപോലെ എല്ലാ മാസവും ഞാനിവിടെ വന്ന് കൃപാസന പത്രം മേടിച്ച് വീടുകളിൽ കൊടുക്കുകയും ചെല്ലുന്ന വീടുകളിലൊക്കെ എൻ്റെ സാക്ഷ്യങ്ങൾ ഞാൻ പറയുകയും ചെയ്യാറുണ്ട്. അവരൊക്കെ കൃപാസനത്തിന് വരാൻ പ്രേരിപ്പിക്കുകയും അവരൊക്കെ വരികയും ചെയ്യാറുണ്ട്. അത് ഉടമ്പടി നിറച്ച വസ്തുക്കളും ഞാൻ മേടിച്ചു കൊണ്ടുവന്ന് കൊടുക്കാറുണ്ട്. പിന്നെ എല്ലാ ദിവസവും ദിവ്യബലി പങ്കെടുക്കും, കുമ്പസാരിക്കുകയും വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ചെയ്യാറുണ്ട്. സമയം കിട്ടുമ്പോഴൊക്കെ വചനം വായിക്കാറുണ്ട്. എല്ലാ ദിവസവും ജോസഫ് അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് എന്ന പ്രോഗ്രാം കാണാറുണ്ട്. അതുപോലെ ഉടമ്പടി ധ്യാനത്തിലും അന്നത്തെ ദിവസം പങ്കെടുക്കാൻ പറ്റിയില്ലെങ്കിലും ഏതെങ്കിലും ഒരു ദിവസം ഞാനത് പങ്കെടുക്കാറുണ്ട്. പിന്നെ അതുപോലെ ഉടമ്പടി നിറച്ച വസ്തുക്കൾ ഉപയോഗിച്ചത് മൂലം എൻ്റെ ജീവിതത്തിൽ ഞങ്ങളുടെ കുടുംബത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. കാരണം കൃഷിയിടങ്ങളിൽ എല്ലാവരും പറയും നിങ്ങളുടെ വിള ഏറ്റവും മോശമായിരുന്നെന്ന് പറഞ്ഞാൽ പോലും നമുക്ക് ആ വിള ലഭിക്കുന്ന സമയത്ത് എല്ലാവരേക്കാളും ഏറ്റവും നല്ല വിളകൾ നൽകി കർത്താവും ഞങ്ങളെ ഒരുപാട് അനുഗ്രഹിച്ചിട്ടുണ്ട്. തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും മാതാവിന് ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു.